അപ്പോൾ എന്റെയും ബ്രദറുടെയും രണ്ടാമത്തെ വിവാഹ വാർഷികമാണ് ഗൈസ് വരുന്നത്. ബട്ട് ഒന്നും അങ്ങനെ പരിപാടിയൊന്നും എപ്പോഴും പറയുന്നത് പോലെ ക്ലീശ ആവുന്നില്ല. വല്ല പരിപാടികളോ കാര്യങ്ങളോ ഒന്നും ഇല്ല, ഇവിടെ പ്ലാനും ചെയ്തില്ല. പക്ഷെ എന്നാൽ പോലും എനിക്ക് എന്തെങ്കിലും ഫസ്റ്റ് വർഷം നമ്മൾ നന്നായിട്ട് ആഘോഷിച്ചു മീൻസ് നമ്മൾ വർക്കലയിലൊക്കെ പോയി അടിപൊളിയായിരുന്നു. അപ്പം ഈ വർഷം അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇതുവരെയൊന്നും പ്ലാൻ ചെയ്തില്ല. അപ്പോൾ എനിക്ക് എന്തെങ്കിലും അവർക്കൊന്ന് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ഒരു ആഗ്രഹം, എന്തെങ്കിലും അവർക്കൊരു ആഗ്രഹമുള്ള ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കണമെന്ന്. അപ്പോൾ ഞാനൊരു സാധനം ഒന്ന് വാങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങി. ഞാൻ കാത്തു നിൽക്കുന്നത് പോലെ അവളെ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് ഞാനങ്ങ് വണ്ടി എടുത്തൊക്കെ പോയി കേട്ടോ. ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം ആശാത്തിക്ക് തീരെയും കൂടി ഇഷ്ടപ്പെട്ടില്ല. അവൾ ആകപ്പാടെ അങ്ങനെ കെറു കടിച്ച് ഇങ്ങനെ വീട്ടിൽ ഇരിക്കുകയാണ് ഗൈസ്. അപ്പൊ എന്തായാലും അതുകൊണ്ട് അവളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനൊരു രസമില്ലല്ലോ. അവൾ വേണ്ടെന്നേ പറയും. അവളെ കൊണ്ടുവന്ന് അവൾ എന്തായാലും വാങ്ങാൻ സമ്മതിക്കത്തില്ല. എനിക്ക് 101% ഉറപ്പാണ്. അവളെ കൊണ്ട് ഞാൻ ഈ സാധനം വാങ്ങാൻ വേണ്ടി വന്നാൽ അവൾ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് അവൾ ഇല്ലാണ്ട് നേരെ ഇഞ്ഞ് വന്നു. ഇപ്പോൾ ഇത്തിരി നേരം വിളിച്ചേ ഉള്ളൂ. എവിടെ എന്ന് ചോദിച്ചോണ്ട് ഇത്ര നേരമായിട്ട് വരുന്നതെന്ന് ചോദിച്ചപ്പോൾ സമയം കുറച്ചായി. ഏതാണ്ട് 8 മണി സംതിങ് കഴിഞ്ഞു. 9 മണി ആവാറായി. 9 കാലമായി ഗൈസ്. എന്തായാലും ഷോപ്പ് അടക്കി വന്നു. അതിന് മുമ്പ് വാങ്ങണം. ഞാൻ വാങ്ങാൻ പോകുന്നത് പറഞ്ഞില്ലല്ലോ ഗൈസ്. ഡൈസന്റെ ഒരു ഹെയർ സംഭവം ഉണ്ടല്ലോ ഗൈസ്. ഡൈസന്റെ ഹെയർ ഒക്കെ ചെയ്യുന്നത് ഭയങ്കര ഫേമസ് ആണ്. എന്റെ സുഹൃത്തുക്കളെ ഈ സാധനം കേട്ടോ. ഈ സാധനം മുതൽ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന കണ്ടിട്ടുണ്ട്. ഒരുപാട് പ്രോഡക്റ്റ് വരുന്നുണ്ട്. ഈ സാധനം നമുക്ക് നോക്കേണ്ടത് അതെല്ലാം അതൊന്നും അല്ല. ഷുഗർ കറിയിൽ വെച്ചിട്ട് കഴിച്ചില്ല. ഭയങ്കര കണക്റ്റുള്ള സംഭവം. എന്തൊരു പാടാ പൊട്ടിക്കാൻ പോട്ടെ പൊട്ടിയേ. ഇത് ആക്ച്വലി ഒരു മാരിക് പ്രോഡ് വെച്ച് ഡ്രോൺ സാധനം നോക്കിയോ. നമ്മളിനി ഡ്രോൺ പറക്കാൻ പോവാ. നോക്കി നോക്ക്. എടാ മുഖം തെളിഞ്ഞോട്ടെ ഗൈസ്. മുഖം തെളിയുന്നു ഗൈസ്. എങ്ങനുണ്ട്? അല്ലടാ നീ എപ്പോഴും കാണുന്ന അതല്ലേ ഈ പേരാണ് പേരത്തെ ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയില്ലല്ലോ. വന്നു പെട്ടി എന്നിട്ട് ക്ലാസ്സില്ലേ സാധനം ഹാപ്പി. ഇത് ഓട്ടോമാറ്റിക് കളിപ്പിച്ചോ.